അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജിന്ന് മുജാഹിദ് ചെറുവാടിയിൽ തട്ടിക്കൂട്ടിയ മുഖാമുഖ നാടകം പലതുകൊണ്ടും രസാവഹമായിരുന്നു. തങ്ങളുടെ തന്നെ മുൻകാല നേതാക്കന്മാരെ തള്ളിയും മുൻകാല സ്വന്തം രചനകളെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പ്രഖ്യാപിച്ചും ചില ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവം ഒഴിഞ്ഞുമാറിയും മറുപടി പറയാതെയുമൊക്കെ നടത്തിയ ഈ മുഖാമുഖ നാടകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ മുഖാമുഖത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് കരുതിയത്. ഒരു പണ്ഡിത സഹോദരൻ വളരെ കൃത്യമായ ചോദ്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ജിന്നു മുജാഹിദ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആ വിഭാഗത്തിലുള്ള മുൻനിര നേതാക്കന്മാർ മുഴുവൻ അണിനിരന്ന മുഖാമുഖത്തിൽ ചോദിച്ചിട്ട് ഒരു ചോദ്യത്തിന് പോലും നല്ല രീതിയിൽ മറുപടി പറയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പല ചോദ്യങ്ങളെയും അവർ മൗനത്തിലൂടെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. മറ്റു ചില ചോദ്യങ്ങൾക്ക് പരിഹാസമായിരുന്നു മറുപടി. മറ്റു ചില ഘട്ടങ്ങളിൽ സ്വന്തം നേതാക്കന്മാരെ തള്ളലായിരുന്നു അവരെടുത്ത നിലപാട് എന്നുള്ളത് കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടിട്ടും സ്വന്തം നേതാക്കന്മാർ ഞങ്ങളെ വഞ്ചിക്കുന്നു എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ആ വിഭാഗത്തിലുള്ള അണികൾ ആലോചിക്കുമ്പോൾ വളരെ കഷ്ടകരമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ വിഭാഗത്തിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ കാരണമാവട്ടെ എന്ന നിലക്കാണ് നമ്മൾ ഈ വിശദീകരണം നടത്തുന്നത്. മൗലവിയോട് ഉസ്താദ് ചോദ്യം ഉന്നയിക്കുന്നത് നമുക്ക് കേൾക്കാം. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരാണ്, അതായത് അബൂലഹബുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതിൽ ജനനത്തിൽ എന്ന് പറഞ്ഞത് അത് നിങ്ങളിപ്പം മുജാഹിദിന്റെ പുസ്തകം വായിക്കാത്തതുകൊണ്ടായിരിക്കും. അമ്മ ജുസ്ഇന് പി കെ മൂസ മൗലവി ഒക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹം എന്ത് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 227 പേജ് നോക്കി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ എന്ന് മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, പി കെ മൂസ മൗലവി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. മുമ്പ് പറയുന്നത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ അബൂ ലഹബ് ആളാഹതം കാണിച്ചതുകൊണ്ടും അവർക്ക് ശിക്ഷ അത്രത്തോളം ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതും ഈ അവസരത്തിൽ സ്തുത്യർഹമാണ് എന്ന് പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്താണ്. ആ ചോദ്യം ചോദിക്കുന്ന ഉസ്താദ് എത്ര സമർത്ഥമായിട്ടാണ് അവരുടെ നേതാക്കന്മാർ, മുൻനിര നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുമ്പോൾ അവർ നടത്തിയൊരു തട്ടിപ്പിനെ പിടികൂടുന്നത്. സുവൈബത്തുൽ അസ്ലമി എന്ന സ്ത്രീയെ, അടിമ സ്ത്രീയെ അബൂലഹബ് മോചിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവ് നൽകപ്പെട്ടു എന്ന സംഭവം ഉദ്ധരിക്കുമ്പോൾ പലപ്പോഴും അതിനെതിരെ പല വാദങ്ങളും കൊണ്ടുവന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ ഒരു ശ്രമത്തെ തടയിടാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ നേതാവ് പി കെ മൂസ മൗലവി പഴയ കാലത്ത് സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിക്കപ്പെടാനുണ്ടായ സന്ദർഭം ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് എന്ന് അവർ തന്നെ എഴുതി വെച്ചത്. കിതാബ് വായിക്കുമ്പോൾ പല ഞൊണ്ടിന്യായം പറഞ്ഞിട്ട് തള്ളും. എന്ത് രേഖകൾ വായിച്ചാലും ഒക്കെ തള്ളും. അപ്പൊ സ്വന്തം നേതാവ് തന്നെ എഴുതി വെച്ചത് അദ്ദേഹം ഇവിടെ വായിച്ചിട്ട് ഈ മുഖാമുഖത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പി കെ മൂസ മൗലവിയുടെ പരാമർശത്തെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഏതെങ്കിലും ഒരു മുജാഹിദിന് കാണിച്ചു തരാൻ കഴിയോ? ഇതിന്റെ വീഡിയോ നിങ്ങൾ ഇറക്കിയല്ലോ, മറുപടി പറഞ്ഞോ? ഇളിബരായി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മടിയില്ല, ഒരു നാണമില്ല. ഈ നേതാക്കന്മാരെങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹം നിങ്ങൾ നടത്തിയത് തട്ടിപ്പാണ്, നിങ്ങളെ നേതാവ് തന്നെ പറഞ്ഞിരിക്കണ്, അതുകൊണ്ട് അതിനെതിരെ പറഞ്ഞത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു പരാമർശം ഇനി നടത്തുന്നില്ല. മറ്റൊരു ചർച്ചയിലേക്കാണ് ഇനി അവർ പോകുന്നത്. ഏതായാലും തുടരട്ടെ. പിന്നെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 1930 ജനിച്ച ഒരാൾ, 2025 ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ സുന്നി മുജാഹിദിന്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം അങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് 1955 നവംബറിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അബ്ദുൽ മൗലവിയാണ് എന്ത് ചെയ്തത്, അതിൽ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം. അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ പൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുക്കാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹിയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്നത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന
ചെയ്യുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ്, സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവസാനം പറയേണ്ടത്, ഈ പുണ്യദിനം സ്മരിക്കുകയായി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവന്റെ ചോദ്യം പറയുന്നത്, എത്ര കൃത്യമായിട്ടാണ് അവരെ രേഖകൾ വായിക്കുന്നത്? 2 രേഖകളാണ് വായിച്ചത്, 2 അല്ല, 10 അല്ല, 20 അല്ല, ഡസക്കണക്കിന് രേഖകൾ പഴയ കാലത്ത് മുജാഹിദുകൾ നബിദിനം ആഘോഷിച്ചതിന് രേഖയായി നമുക്ക് മുന്നിൽ വെക്കാനുണ്ട്. ഈ രേഖകളൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഉമ്മത്തിൽ അവർ നടത്തിയ തട്ടിപ്പാണ്. മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ചൂഷണം ചെയ്യാനും ബിദ്അത്ത് പ്രചരിപ്പിക്കാനും വേണ്ടി വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഐക്യസംഘം എന്ന കേരളത്തിന്റെ മണ്ണിൽ അനൈക്യത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി പരിശുദ്ധമായ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വയം നിർമ്മിതമായി ഉണ്ടാക്കിയെടുത്ത ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും ആശയങ്ങളെ പ്രചരിപ്പിക്കാനും ഈജിപ്ഷ്യൻ വഹാബി യുക്തിവാദത്തെ കേരളത്തിന്റെ മണ്ണിൽ നട്ടുവളർത്താനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ മുക്കൂട്ടു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാരമ്പര്യമായി സുന്നി ആചാരങ്ങൾ സ്വീകരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പാരമ്പര്യവും പൈതൃകവും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന സമൂഹത്തെ വഞ്ചിക്കണമെങ്കിൽ അവർക്കിടയിൽ മൗലിദിനെതിരെ പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിരോധം ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിന്റെ പേരിൽ ആ സമൂഹത്തിൽ പിടിച്ചു കയറാനുള്ള തന്ത്രമായി, അതിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇവർക്ക് നബിദിനത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിലൊന്നുമല്ല, ഇവർ മതത്തെ പൊളിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലോ ആദരവിന്റെ പേരിലോ മഹബത്തിന്റെ പേരിലോ ഒന്നുമല്ല. ഈ സമൂഹത്തിൽ അവരുടെ അപകടകരമായ ആശയങ്ങൾ ചെലവഴിക്കപ്പെടണമെങ്കിൽ സമൂഹം ബഹുമാനിക്കുന്ന ചില ചടങ്ങുകൾക്ക് കൂടെ നിന്നെങ്കിലേ അത് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി വഞ്ചനാപരമായി നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട് ഫൈസൽ മൗലവി. ഇത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഉരുണ്ട് മറിഞ്ഞിട്ടും കാര്യമില്ല. രേഖകൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കും, രേഖകൾ സംസാരിക്കും. കഴിഞ്ഞ കാല ചരിത്രത്തെ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര മുഖാമുഖം നടത്തിയാലും അതൊന്നും നിങ്ങൾക്ക് പരിഹാരമല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരുടെ ഒരു വഞ്ചനയുടെ ഭാഗമായിരുന്നു ഇത് എന്നാണ്. അതിലുള്ള 2 രേഖയാണ്, പ്രധാനപ്പെട്ട 2 രേഖയാണ് അദ്ദേഹം എടുത്തു മുന്നിൽ വെച്ചത്. ഈ 2 രേഖയെ കുറിച്ച് ഫൈസൽ മൗലവിക്കൊന്നും പറയാലോ, ഇതിനെയും പരാമർശിക്കല. ഭയങ്കര സമർത്ഥനാണ് ഇദ്ദേഹം. ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഊരിമാറാം എന്നുള്ളതിന്റെ എല്ലാവിധ സൈക്കോളജിയും പഠിച്ച ഒരു പ്രത്യേക കലാകാരനാണ് ഫൈസൽ മൗലവി എന്നുള്ളത്. അതുകൊണ്ട് ഒരു ചോദ്യം നേർക്ക് വരുമ്പോ ആ ചോദ്യം തന്റെ നെഞ്ചത്തേക്കാണ് കടന്നു വരുന്നതെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഊരി മാറാനുള്ള ഒരു തന്ത്രമുണ്ട്. ആ ഒരു കഴിവ് ഞാൻ അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ള കഴിവായിട്ട് തന്നെ കാണണം. തട്ടിപ്പിനാണെങ്കിലും കക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വണ്ടിച്ചോറിന് നല്ല കഴിവുണ്ട് പറഞ്ഞുകൊണ്ട് വണ്ടിച്ചോറ് മഹാനാവില്ലല്ലോ. ഇങ്ങനത്തെ പല കഴിവുകളും കുസൃതികളും ഒക്കെ പലരുടെയും അടുക്കലുണ്ടാവും. അങ്ങനത്തെ ഒരു വികൃതമായ ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ലാത്ത കഴിവ് ഇയാൾക്കുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇയാൾ ആ സംഭവത്തെ പരാമർശിക്കാതെ തന്റെ തൊള്ളപ്പുട്ടിലൂടെ അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചോദിക്കുന്നുണ്ട്. അവന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 95 വയസ്സാളുകൾ ചിന്തിക്കാണ്, എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക? അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പൊ എന്താണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. 1959 വരെ ചോദ്യകർത്താവ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനെ അനുകൂലിച്ചിട്ടുണ്ടെന്നാണ്. അതിനപ്പുറത്തേക്കും അനുകൂലിച്ചാണ്. ഇന്നും അവരുടെ കൂട്ടത്തിൽ നെട്ടാനൊന്നുമില്ല. മുജാഹിദുകളുടെ കൂട്ടത്തിൽ, സാക്ഷാൽ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ നബിദിന ആഘോഷിക്കേണ്ടതാണ്, അതിനൊന്ന് എതിർക്കപ്പെടേണ്ട, അതിന് ചെലവഴിക്കുന്ന ഊർജം വൃഥാവിലാണ് എന്ന് പറയുന്ന വഹാബികൾ ഇന്നുണ്ട്. ശരിക്കും അങ്ങ് കഴിയോ? ഇല്ല. നിങ്ങൾക്ക് അണികളെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ ഈ ഒരു കൊട്ടും പാട്ടും വരവേറ്റ് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയെങ്കിലേ നിങ്ങൾ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. നിങ്ങളെ വയറ്റ് പശപ്പ് മാറ്റാനുള്ള ഒരു മാർഗമായിട്ട് ഇത് കാണാനും കഴിയുള്ളൂ. നിങ്ങൾക്കിതിങ്ങനെ ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ ഇന്നും 1959 ശേഷവും നിങ്ങളെ കൂട്ടത്തിൽ വക്കം മൗലവി നബിദിനാഘോഷിച്ചതുകൊണ്ട്, EK മൗലവി നബിദിനാഘോഷത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്, അതിനെ എതിർക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് പറയുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എതിർക്കാൻ ആണായി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. ജിന്നു മുജാഹിദിന് അത്ര വലിയ ത്രാണി ഉണ്ടെങ്കിൽ ഒന്നാണ് പറയും. ജീവനുള്ള രേഖകൾ കൊണ്ടുവരും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്. അവന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 95 വയസ്സാളുകൾ ചിന്തിക്കാണ്, എന്നായിരിക്കും
മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക? അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പം എന്താണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്. എത്ര വലിയ രസാവഹമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. 1930കളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നബിദിനാഘോഷം കണ്ട് പഠിച്ചു വളർന്നൊരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, EK മൗലവി നേതൃത്വം കൊടുത്ത മൗലിദ് സദസ്സിൽ പങ്കെടുത്തൊരു മനുഷ്യൻ, അത് വക്കം മൗലവിയുടെ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തൊരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫൈസൽ മൗലവിനൊക്കെ ചാണകത്തിൽ കുറ്റിച്ചൂല് മുക്കിയിട്ട് അടിക്കൂലേ? അല്ല, സാമാന്യ ആളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു മാന്യമായ പെരുമാറ്റാധികാരം. കുറ്റിച്ചൂല് ചാണകത്തിൽ മുക്കിയിട്ട് അടിക്കും ഫൈസൽ മൗലവിനെ. ഞങ്ങളല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ. കാരണം അത്രയും വലിയ നബിദിനാഘോഷം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. നടത്തിയത് നിങ്ങൾ ഇഖ്ലാസിന്റെ പേരിലല്ല, സമൂഹത്തിൽ നിങ്ങൾ സതുദ്ദേശപരമായിട്ടല്ല, സമൂഹത്തെ വഞ്ചിക്കാനായിരുന്നു. ഈ സമൂഹത്തിൽ പിടിച്ചു കയറി നിങ്ങളുടെ വിഷം കുത്തിവെക്കാനായിരുന്നു. പക്ഷെ ആ രേഖകൾ എത്ര നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ മുഴച്ചു നിൽക്കും. എതിർത്തത് അത് വിദഗ്ധാണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദഗ്ധാണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. ഓരോ എന്നോവർ മറുപടി ഇതേ എന്നു മുതലാണ് നബിദിനാഘോഷത്തെ മുജാഹിദുകൾ എതിർക്കാൻ തുടങ്ങിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. 1930കളിൽ ഈ ഒരു രീതി കണ്ട് ശീലിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചിന്തിക്കൂലേ? അയാൾ മനുഷ്യനല്ലേ? അയാൾ വഹാബി ആണെങ്കിലും 2 കാലുമ്പോ നടക്കണ വെളുത്ത അരി തിന്നണ മനുഷ്യനാണല്ലോ. അയാൾക്ക് മെമ്മറി ഉണ്ടല്ലോ. ചിന്തിക്കൂലേ അയാള്? ഞാൻ EK മൗലവിന്റെ മൗലിദിന് കൂടിയിട്ടുണ്ട്, വക്കം മൗലവിന്റെ മൗലിദിന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് മൗലിദ് നടത്തിയിട്ടുണ്ട്, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നേർച്ചകൾ വരെ മൗലിദിന്റെ പേരിൽ സ്വീകരിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പിട്ടടിച്ച് പോന്ന ഒരു കൗമിന്റെ ഒരു അനുയായിയായ ഞാൻ എങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറിയതെന്ന് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ന്യായമായ ചോദ്യമാണ്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം പിന്നീട് ചുവട് മാറ്റിയത്, നബിദിനാഘോഷത്തിൽ ഒരു പുതിയ നിലപാടിലേക്ക് പോയത് എന്നൊരു വ്യക്തി നിങ്ങളെ കൂട്ടത്തിൽ തലക്ക് ഓളുള്ളവന്, തലക്ക് വല്ല വെളിച്ചോള്ളവന്, അന്തള്ളവന്, അക്കാലഘട്ടത്തെ വായിച്ചെടുത്തവൻ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മറുപടി എന്താന്ന് ചോദിച്ചപ്പോ മൗലവിന്റെ 100 മറുപടി. എന്താ മറുപടി? അത് എന്ന് മുതൽ ഞങ്ങൾ എതിർക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തന്നെ. എന്താണ് ഇതിനൊക്കെ പറയാ? ഞങ്ങളെന്ന് എതിർക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഇത് മതായത്. ക്രിസ്ത്യാനികൾ അവരുടെ സുന്നഹദോസുകൾ ചേർന്നിട്ട് അവരുടെ മതത്തിൽ പരിഷ്കരണങ്ങൾ വരുത്താറുണ്ട്. ഓരോ സുന്നഹദോസ് നടക്കുമ്പോൾ മതം പരിഷ്കരിക്കപ്പെടുകയാണ്. മതത്തിന്റെ ആശയങ്ങൾ പലതും വെട്ടിച്ചുരുക്കി, പലതും മതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് തൽസ്ഥാനത്ത് മതത്തിന്റെ പേരിൽ സൃഷ്ടിച്ചുകൊണ്ട്, മതത്തിന്റെ പേരിൽ സ്ഥാപിച്ചുകൊണ്ട് അത് മതമായി അവതരിപ്പിക്കുന്നവരായി നമ്മൾ കണ്ടിട്ടുള്ളത് പാതിരിമാരെയാണ്, അവരുടെ സുന്നഹദോസുകളിലാണ്. എന്നാൽ അതേ ശൈലി കടമെടുത്തുകൊണ്ട് നാണമില്ലാതെ മതമാണ് ഇവർ പറയുന്നത് എന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിച്ചൊരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഉളുപ്പില്ലാതെ പറയാ ഞങ്ങൾ എന്ന് മുതൽ എതിർത്തോ അന്നു മുതലാണ് അത് പ്രാബല്യത്തിലായത്, അത് നിലവിൽ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് സ്വന്തം നേതാക്കന്മാരെ മുന്നിൽ തല പണയം വെക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ജിന്ന് മുജാഹിദിന്റെ അടിമകളെ, നിങ്ങളുടെ ഗതികേടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ മൗലവിമാർക്ക് മുന്നിലുള്ള അടിമത്വം ഒന്ന് മാറ്റിവെക്ക്. രേഖകൾ ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങളെ മൗലവിമാരോട് ചോദിക്കും, നിങ്ങൾ ഈ രേഖകൾ ശരിയാണോ എന്ന് ചോദിക്ക്. ഒരിക്കലും തന്നെ നബിദിനാഘോഷത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എതിർത്തിട്ടില്ല. മൗലിദിൽ ചില സംഭവങ്ങളൊക്കെ കെട്ടുകഥയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. മാലനെ എതിർക്കാനും മൗലിദിനെ എതിർക്കാനും ഇസ്തിഗാസ എതിർക്കാനും ഒക്കെ അത് നിങ്ങൾ ചെയ്യും. പക്ഷേ നല്ല രീതിയിൽ നല്ല ചരിത്രങ്ങൾ പറഞ്ഞ് മീലാദ് ആഘോഷം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജിന്ന് മുജാഹിദ് അടക്കമുള്ള കേരളത്തിലുള്ള 8ഉം 10ഉം 18ഉമായി കിടക്കുന്ന സകല മുജാഹിദിനെ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. EK മൗലവിന്റെ നിലപാട് സ്വീകരിച്ച് നല്ല റിവായത്തോടുകൂടെ നിങ്ങളെ മതപ്രകാരം കേട്ടോ, നിങ്ങൾക്ക് മുത്തക്കിയായിട്ട് ബോധ്യപ്പെട്ട നല്ല സനദിലുള്ള ആളുകളെ വെച്ചിട്ട് നല്ല റിവായത്തിലൂടെയുള്ള സംഭവങ്ങൾ കിട്ടുമല്ലോ. ഒരു മൗലിദ് ക്രോഡീകരിച്ച് ചെല്ലങ്ങൾക്ക് ത്രാണിണ്ടോന്നാ ചോദിക്കാനുള്ളത്. ആ രേഖകളാണ്, അതാണ് ഫൈസൽ മൗലവി എടുത്ത് വായിച്ചത്. നിങ്ങളുടെ നേതാക്കന്മാർ നല്ല റിവായത്തുകൾ അംഗീകരിച്ചത്, അവിടെയാണ് ചോദ്യം പ്രസക്താവുന്നത്. ആ നല്ല റിവായത്തുകൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചോളൂ. നിങ്ങൾ പല ഭയങ്കര കഴിവുള്ള ആളുകളുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. ഫൈസൽ മൗലവിനെ പോലത്തെ റിവായത്തും സനദൊക്കെ തിരിഞ്ഞ ആളുകളുണ്ടല്ലോ. ഒന്ന് ഉണ്ടാകട്ടെ മൗലിദ്, എന്നിട്ടൊന്ന് നടത്തി. നിങ്ങൾ അല്ല എങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ എന്തിന്റെ പേരിലായിരുന്നു ഈ നബിദിനാഘോഷം നടത്തിയത് എന്നതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥ തന്നെയാണ്.
അതായത് 95 വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചിന്തിക്കണ്ടാവില്ലേ, എന്റെ പണ്ട് കാലത്തിലെ മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളെ ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ 1959 വരെ അദ്ദേഹം കാണുന്നത് എന്താണ്? നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് 1926 സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം, അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റ് പറഞ്ഞാൽ മതി, എന്ന് മുതലാണ്. 1959 വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. കൃത്യമായ ചോദ്യം. ഫൈസൽ മൗലവി അതിനെ തൊടാൻ പോണില്ല. ഫൈസൽ മൗലവി മറുപടി പറയുന്നു പറഞ്ഞത് ഇതിനെ കോട്ടിമാട്ടാനുള്ള വല്ലാതെ കഴിവുള്ള സ്പെഷ്യലിസ്റ്റ് ഫൈസൽ മൗലവി തന്നെയാണ്. അയാൾക്ക് അവിടെ നിന്നിട്ടാണ് കാലുറക്കണില്ലേ, നിങ്ങൾ കാണില്ലേ? നിന്നുകാണ്ടൊന്ന് കാലുറച്ച് നിന്നുകാണ്ട് മറുപടി പറയാൻ അയാളെ കൊണ്ട് കഴിയണില്ല. അയാളിങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞു നോക്കുന്നുണ്ട്, ഞങ്ങൾ എന്ന് മുതൽ എതിർത്തു അന്ന് മുതൽ മതയിക്കണം എന്നൊക്കെ പറയുമ്പോഴും അണികളെ നോട്ടം കണ്ടിട്ട് അയാൾക്കൊരു പേടിയുണ്ട്. സ്റ്റേജും വന്ന് ഇറങ്ങിയ നല്ലേൽക്കാണ്ട് കാർ കയറി പോകാൻ കഴിയില്ല, കൗമ പിടിച്ച് വിചാരണ ചെയ്യും. അതുകൊണ്ട് ഫൈസൽ മൗലവിയാണ് ഇത് കോട്ടിമാട്ട ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. 1930 ജനിച്ച ഒരാൾക്ക് ഏതായാലും സംശയം ഉണ്ടാവില്ല. 95 വയസ്സായ മുജാഹിദീങ്ങൾ ആവേശപൂർവ്വം അന്നും ഇന്നും എതിർക്കും നബിദിനാഘോഷത്തിന്. അന്നും ഇന്നും ആവേശത്തോടെ എതിർത്തിട്ടില്ല. അന്ന് നിങ്ങൾ വളരെ ആവേശത്തോടു കൂടെ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട്. അതിന്റെ സാപ്പാട് നല്ലോണം തട്ടിക്കാണ്ട് വയറും മുണ്ടപ്പെട്ടിയാക്കുകയും ചെയ്തിക്കണ്. അതിൻ്റെതായ നേർച്ചകൾ സ്വീകരിച്ചും ചെയ്തിക്കണ്. അതിന്റെ സദ്യകളൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി ചെയ്തിക്കണ്. ഇന്നാണ് നിങ്ങൾക്ക് അത് ശിർക്കായി മാറിയത്. കാരണം നിങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ല ഈ പ്രസ്ഥാനം പിരിച്ചുകൊണ്ട് ഒരു ആക്രിക്കടിയിലും കൂടി എടുക്കൂല മുജാഹിദ് പ്രസ്ഥാനത്തെ. 30-ലും 35 എഴുതിയത് 2025 കട്ട് വായിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതോടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത് ഒന്നും കട്ട് വായിച്ചിട്ടില്ല. നിങ്ങളെ നേതാക്കന്മാർ കെട്ടുകഥകളല്ലാത്ത നിങ്ങളെ മതപ്രകാരം നല്ല റിവായത്തോടുകൂടെ സനദോടുകൂടെ സ്ഥിരപ്പെട്ട മൗലിദ് ഓതാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാസത്തിൽ പ്രത്യേകമായി സമൂഹത്തെ സജ്ജരാക്കാൻ വേണ്ടി സമൂഹത്തെ സജ്ജരാക്കുന്നു എന്ന അഡ്രസ്സോടുകൂടെ തന്നെ നിങ്ങൾ ലേഖനം എഴുതിക്കണേ. ആണാണെങ്കിൽ നിഷേധിക്ക്. അതൊക്കെ ചെയ്യേണ്ടത് സമൂഹത്തെ പരിശുദ്ധമായ നബിദിനം ആചരിക്കാൻ വേണ്ടി സജ്ജരാക്കാൻ വേണ്ടി ലേഖനം എഴുതിയ ആളുകളാണ് നിങ്ങളെ നേതാക്കന്മാർ. നിഷേധമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ നേതാക്കന്മാർക്ക് ആകെ എതിർപ്പുണ്ടായത് എവിടെ? മൗലിദുകളിൽ ചില കെട്ടുകഥകളുണ്ട്. അത് പറയാൻ ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയത്. അത് നിങ്ങൾ പറയും. മൗലിദുകൾ മങ്കൂസ് മൗലിദിൽ കെട്ടുകഥ ഉണ്ട്, പ്രസഞ്ചി മൗലിദിൽ കെട്ടുകഥ ഉണ്ട്. മൗലിദ് പാടില്ല എന്നല്ല പറഞ്ഞത്. അതിന്റെ പേരിൽ നിങ്ങൾ മൗലിദാഘോഷം നിർത്തിവെച്ചിട്ടില്ല, മൗലിദ് ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നല്ല റിവായത്തോടുകൂടെ സ്ഥിരപ്പെട്ട സംഭവങ്ങൾ കണ്ടെത്താനുള്ള വല്ലാതെ കഴിവുള്ള ഫൈസൽ മൗലവിനെ പോലത്തെ ഹദീസിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരൊന്നടി ഇരിക്കട്ടെ. EK മൗലവിയുടെയും വക്കം മൗലവിയുടെയൊക്കെ പഴയ ചര്യം ഹയാത്താക്കട്ടെ. അതിന് നിങ്ങൾക്ക് കഴിയോന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആ നേതാക്കന്മാരെ അണികളാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അല്ലെങ്കിൽ ആ നേതൃത്വത്തെ തള്ളിക്കളി. ആ നേതാക്കന്മാർ ചെയ്ത് ശരിയല്ല. തള്ളങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ മുഖാമുഖത്തിൽ പലയിടത്തും. ഇപ്പൊ ഞങ്ങൾ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്, സാക്ഷാൽ ഞാൻ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. നിങ്ങളെ അണികൾ എവിടുന്ന മതം സ്വീകരിക്കുക? എന്ത് വിശ്വാസമാണ് നിങ്ങളെ കുറിച്ച് വെച്ചു പുലർത്താൻ കഴിയുക? ഞങ്ങൾ എല്ലാം വായിച്ചരാം, എല്ലാ സാധനവും ഒക്കെ വായിച്ചരാം. സ്വസ്ഥമായി ഇരുന്നാൽ മതി. ഒന്നും വായിക്കാൻ പോണില്ല. ഇദ്ദേഹം ഇവിടെ പരാമർശിച്ച 2 രേഖകളും തന്ത്രപൂർവ്വം മാറ്റിവെച്ചിട്ട് അദ്ദേഹം അൽ മുർഷിദിലേക്ക് ചാടുകയാണ്. ഈ 2 രേഖകളെ കുറിച്ച് ഒന്നും പറയാനല്ല. അതുപോലെ തന്നെ 100 കണക്കിന് രേഖകളുണ്ട്. ഇനി അൽ മുർഷിദിക്ക് ചാടിയാൽ തന്നെ അവിടെ രക്ഷയില്ല. കാരണം അൽ മുർഷിദിലും അൽ ഇർഷാദിലും ഒക്കെ നബിദിനാഘോഷത്തിന് പ്രാധാന്യമുണ്ടെന്നും ആ മാസത്തിനും ആ ദിവസത്തിനും പവിത്രത ഉണ്ടെന്നും പഠിപ്പിച്ചതാണ്. നിങ്ങളെ നേതാക്കന്മാർക്ക് ആകെ വിയോജിപ്പുണ്ടായത് മൗലിദിലുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ അംഗീകരിക്കൂല എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റിവെച്ചളിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് മുത്തഫഖുൻ അലൈഹിയായ റിവായത്തുകൾ എടുക്കുകയും ഒന്ന് മൗലിദല്ലേ ഒന്ന് നന്നാവി. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദ്ഹൊന്നര ചൊല്ലി ഞങ്ങൾ നന്നായിക്കോളൂ. നിങ്ങൾക്ക് സ്വീകാര്യമായ മൗലിദ് ഒന്നും ഉണ്ടാക്കിയോണ്ടെന്ന് ചൊല്ലി. അതല്ല, നിങ്ങളുടെ മൗലവിമാർ മൗലിദിന്റെ അടിസ്ഥാനത്തെ തന്നെ എതിർത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തേ ത്രാണി വരാതെ പോയത്? അതിന് കഴിയൂല എന്നുള്ളതല്ലേ മൗലവി? 930 അങ്ങനെ എഴുതി, 35 അങ്ങനെ എഴുതി, 50 അങ്ങനെ എഴുതി, എന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ അയക്കും ഓരോ കഷ്ണങ്ങൾ. അതിങ്ങനെ കൊണ്ടെടുക്കുക, അത് വായിക്കുക. വാട്സപ്പിൽ അയക്കണ കഷ്ണമൊന്നുമല്ല. ആ ഉടായ്പൊക്കെ പേരിൽ വെച്ചോളി. നിങ്ങൾക്ക് അങ്ങനത്തെ ചില ഉടായ്പകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ചപ്പടി വിദ്യകളുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കഴിച്ചിലാണ് പരിപാടി നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? നിങ്ങളെ രേഖയൊക്കെ നിങ്ങളെ കയ്യിലേ ഉള്ളൂ. നിങ്ങൾ അൽ മുർഷിദ് നിങ്ങളെ കയ്യിലില്ലാത്ത അൽ മുർഷിദിന്റെ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ തരാം. ആണാണെങ്കിൽ വാ, ഞാൻ വെല്ലുവിളിക്കുക. ഒരു വാട്സപ്പിൽ ഏതെങ്കിലും ഒരു പേജ് കിട്ടിയിട്ട് അതിന് അഡ്രസ്സ് ഇല്ലാതെ എന്തെങ്കിലും വായിച്ചിട്ടല്ല ഞങ്ങളിതൊന്നും പറയുന്നത്. നിങ്ങളെ മുഴുവൻ രേഖകളും അൽ മുർഷിദിന്റെ നിങ്ങൾ വായിക്കുന്ന ആ ഭാഗം മുഴുവനും അതിന്റെ ഒറിജിനൽ കോപ്പിന്റെ കയ്യിലുണ്ട്.
ഒറിജിനൽ കോപ്പി സുന്നി പണ്ഡിതന്മാരുടെ കയ്യിൽ അത് സൂക്ഷിപ്പുണ്ട്. അതുകൊണ്ട് വാട്സപ്പിൽ ഏതോ ഒരു പേജ് കിട്ടിയത് കൊണ്ട് ചാടുകയാണ് തുള്ളുകയാണ്, ആ പരിപാടിയൊക്കെ അവിടെ വെച്ചത്. നിങ്ങൾ അല്ലിർസാദ് ഉണ്ടല്ലോ, ആ അല്ലിർസാദിന്റെ 1920-കളിൽ നിങ്ങൾ ഐക്യസംഘത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയിരുന്ന ഈ അല്ലിർസാദിന്റെ പൂർണ്ണമായ കോപ്പി വേണമെങ്കിൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി ഞങ്ങളെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, വേണമെങ്കിൽ വന്നോളി, ഞങ്ങളുടെ തരാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം. വായിച്ച് നന്നാവി. നിങ്ങൾ വാട്സപ്പിൽ കിട്ടുന്ന ഏതെങ്കിലും പേജ് വായിച്ചിട്ടല്ല ഞങ്ങൾ കാര്യം പറയുന്നത്, വായിച്ച് നന്നാവണം. നിങ്ങളെ നേതാക്കന്മാരെങ്കിലും പഠിച്ചിട്ട് നന്നാവണം. നിങ്ങളത് ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്നാൽ മതി, അതുകൊണ്ട് മുങ്ങരുത്. അപ്പൊ ഈ കാണിച്ച ഈ ഉടായ്പുണ്ടല്ലോ, ഇതുപോലത്തെ ഉടായ്പൊക്കെ അടുപ്പ് കൊണ്ടുപോയിട്ടുള്ളൂ, അതൊന്നും ഞങ്ങളെ മുന്നിൽ പറയണ്ട. 926 സമസ്ത ഉണ്ടാക്കിയപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. 26 വരുന്ന സുന്നിയും ഇപ്പോഴത്തെ സുന്നിയും തമ്മിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ അയച്ചു വെക്കാണ്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ നാട്ടിൽ സമൂഹത്തിനിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കി, ഒരു കുടുംബത്തിൽ തന്നെ മതത്തിന്റെ പേരിലുള്ള കക്ഷിത്തങ്ങൾ ഉണ്ടാക്കി, തമ്മിലടിക്കുന്ന സാഹചര്യത്തിന് വിത്തും വളവുമായി വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോൾ പണ്ഡിതന്മാർ ജാഗരൂകരായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനാ രൂപം അന്ന് രൂപീകരിച്ചുവെങ്കിൽ ആ രൂപീകരണ കാലയളവിനും അതിനു മുമ്പും എന്ത് നിലപാടായിരുന്നോ മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നത്, ആ നിലപാടിൽ നിന്ന് ഒരു അണുവളവ് മുസ്ലിം ഉമ്മത്ത് വ്യതിചലിച്ചു എന്ന് തെളിയിക്കാൻ ഫൈസൽ മൗലവിക്കെന്നല്ല, ആണായി പറഞ്ഞ കേരളത്തിൽ വഹാബി മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത ഒരൊറ്റ മൗലവിക്കും കഴിയില്ല തെളിയിക്കാൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച ആ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് മുറുകെ പിടിച്ചിരുന്ന പൈതൃകങ്ങൾ മുഴുവനും, അത് നബിദിനാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, തവസ്സുലാവട്ടെ, മഹാന്മാരോടുള്ള ആദരവാവട്ടെ, അതിൽ നിന്ന് ഒരു അണുവളവ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സമൂഹം അതിൽ നിന്നൊരു അണുവളവ് വ്യതിചലിച്ചത് കാണിക്കാൻ കഴിയില്ല. ഈ ജാതി ഉടായ്പം പറഞ്ഞിട്ട് സമൂഹത്തിൽ പുകമറുണ്ടാക്കിയിട്ട് വേണം നിങ്ങളെ രേഖയിൽ നിങ്ങൾക്ക് ഊരാൻ. ആ പണി ഞാൻ പറഞ്ഞില്ലേ, അടുപ്പ് കൊണ്ടേട് വെക്കുക. വീട്ടിലുണ്ടാവും നല്ല അടുപ്പ്. പെണ്ണുങ്ങളോട് പറയാം ഒന്നാണ് മാറിക്കാൻ പറയാം അടുക്കളയിൽ നിന്ന്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ അടുപ്പ് കൊന്നാട് പുഴുത്താണ്ടെന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ രേഖകളെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് മുങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 24 വന്ന സുന്നാളെ എരിയാൻ തന്നെ ഇസ്തിഗാസ പാടില്ല എന്ന ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുന്നില്ല എന്നത്. ഒരു നബിയാകട്ടെ വലിയാകട്ടെ മരമാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറയുകയില്ല. ഒരു മുസ്ലിമും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കുകയില്ല. അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥന ഒരു സൃഷ്ടിക്കോ ഒരു ശക്തിക്കോ ഒരു വസ്തുവിനോ ഒരു വിഗ്രഹത്തിനോ അള്ളാഹുവിന്റെ ആ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട സുന്നികളായ ഒരൊറ്റ മനുഷ്യനും നടത്തുകയില്ല. അത് നടത്താൻ പാടില്ല എന്നുള്ളത് സമസ്തയുടെ പണ്ഡിതന്മാരും ഈ ദീനിന് നേതൃത്വം കൊടുത്ത ഇമാമികളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങളത് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇസ്തിഗാസ ഉണ്ടല്ലോ, മഹാന്മാരോടുള്ള സഹായതേട്ടം, ആ സഹായതേട്ടം പാടില്ല എന്ന് സമസ്തയുടെ സ്ഥാപക നേതാക്കന്മാരിൽ നിന്നൊരു നേതാവ് പറഞ്ഞത് തെളിയിച്ചാൽ ഫൈസൽ മൗലവി ഇത് കണ്ടോ, ഈ ഉള്ളം കൈ ഉണ്ടോ, ഈ ഉള്ളം കൈയിൽ നിന്ന് രോമാട് പറിച്ചു വരും. ഞാൻ വരാം, നിങ്ങളെ മിനിയൂട്ടിക്ക് നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട. ഈ കൈയിൻ്റെ ഉള്ളിൽ രോമാട് പറിച്ചു വരും. പച്ച നുണ. നിങ്ങൾക്ക് അറിയാം എന്ത് പടായും സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിൽ മൈക്കിയും പെർമിഷൻ കൊടുത്ത് നടത്തുന്ന പരിപാടിയിൽ തൊള്ളപ്പൊട്ട് എന്ത് പഠിക്കാന്ന് നിങ്ങളത് തെളിയിക്ക്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്തിഗാസ മഹത്തുക്കളോട് ചെയ്യുന്ന സഹായതേട്ടം അത് ശിർക്കാണ് എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയാണ്. എന്താ നിങ്ങൾ വിചാരിച്ചത് എന്നാണ് സമസ്തന്റെ അന്നത്തെ സെക്രട്ടറി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയത്. ഇല്ലാന്ന് സമസ്തന്റെ സെക്രട്ടറി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അങ്ങനത്തെ ഒരു വാദം പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. പച്ച നുണ പറഞ്ഞതാണ്. കാരണം ഗുരുതരമായ ആരോപണമാണ് ഇപ്പുറത്ത് വന്നു കിടക്കുന്നത്. സ്വന്തം നേതാക്കന്മാരെ രേഖയാണ്. ആ രേഖയിൽ നിന്ന് തടി തപ്പണം എന്നുണ്ടെങ്കിൽ അതിലപ്പുറം ഒരു ആറ്റം ബോംബ് ഇട്ടെങ്കിലേ കഴിച്ചിടാൻ കഴിയുള്ളൂ എന്നുള്ള സമർത്ഥമായ രക്ഷപ്പെടാനുള്ള ആ കഴിവുണ്ടല്ലോ, ആ കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കഴിവുകൾ പലയിടത്തും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ്. മുഖാമുഖത്തിന് വരുമ്പോൾ ചോദ്യകർത്താവിന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു കണക്ഷൻ കൊടുക്കുന്നതും, നിങ്ങൾക്ക് ഇഷ്ടകരമല്ലാത്ത രീതിയിലേക്ക് പോയാൽ ഓഫാക്കിക്കുന്നതും, സ്വന്തം നയങ്ങൾ പറഞ്ഞുകൊണ്ട് അക്രമകരമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ ആശയങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ കഴിവ് ഞങ്ങൾ സമ്മതിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് നിങ്ങൾ ഇവിടെ നടത്തിയത്. അത് വിലപ്പോകാൻ പോണില്ല. ആണെങ്കിൽ രേഖ കൊണ്ടുവന്ന് തെളിയിക്ക്. ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ രേഖകൾ വായിക്കും. അതുപോലെ രേഖ കൊണ്ടുവന്നിട്ട് വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. വായിച്ചിട്ട് പോവാൻ നിങ്ങളെ വല്ലിപ്പ ഇപ്പൊ നിങ്ങളെ വിശ്വാസം പറഞ്ഞ തല്ലിട്ട് വെക്ക്. ഒരു വല്ലിപ്പിയും തല്ലൂല. വെറുതെ അനാവശ്യമായ വൈകാരികതകൾ ഉണ്ടാക്കിയിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഊരിമാറാണ്. ഇയാളോട് ഇപ്പൊ ചോദിച്ചപ്പോ ഈ വിഷയമാണോ? നബിദിനാഘോഷത്തിൽ നിങ്ങളെ നേതാക്കന്മാരെ എഴുതിച്ച 2 രേഖ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാക്കൊന്നുമില്ല. അപ്പൊ അയാളൊക്കെ കൊല്ലിലും മഴ ഒടുങ്ങി. ഈ മുഖാമുഖത്തിന്റെ ലാസ്റ്റ് ഭാഗം വരെ ആ 2 രേഖകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ എടുത്തുയർത്തി കാണിച്ചതാണ് അൽ മുർഷിദാണ്. ആ അൽ മുർഷിദിൽ നിങ്ങൾ നബിദിനാഘോഷത്തെ സ്വീകരിക്കുകയും നബിദിനാഘോഷത്തിന് സജ്ജരാകാൻ വേണ്ടി ജനങ്ങളെ പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കുകയും
കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാലി റബീഇൽ അവ്വൽ. ഇതിന്റെ പരിഭാഷ എന്താ അറിയോ? ഈ ഹെഡിങ് വായിച്ചിട്ട് നിങ്ങൾ ഇത് വിശദീകരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ നോക്കിയാലോ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഫൈസൽ മൗലവിക്ക് അറിയോ? നിങ്ങളെ നേതാക്കന്മാർ കൊടുത്തതാ. റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാക്കുക. നിങ്ങളൊന്ന് നാളെ ഒരു ലേഖനം എഴുതി, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾക്ക് വെളിപ്പാടകലെ എത്തി നിൽക്കുന്നു. റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് സമൂഹത്തെ സന്നദ്ധരാക്കുക എന്ന് പറഞ്ഞിട്ട് തഅബിയത്തുൽ മുസ്ലിമീൻ എന്നുള്ള ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ എഴുതിക്കോളി. നിങ്ങളൊന്ന് എഴുതി കാണി. നാളെ മുതൽ മിനിയൂട്ടിയിൽ ഫൈസൽ മൗലവി ഉണ്ടാവില്ല, ജിന്ന് മുജാഹിദിന്റെ വേദിയിൽ ഉണ്ടാവില്ല. ആളുകൾ നിങ്ങളെ ചാണകം കുടഞ്ഞു തല്ലും. കാരണം എന്തേ? ആ നിലക്കാണ് നിങ്ങൾ ഇവിടെ വിഷയത്തെ കോട്ടിമാട്ടിയത്. ഈ ഒരു കാലഘട്ടത്തെ സമൂഹത്തിന് മാന്യമായി പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തു, വിധി പറയണം. ചോദ്യം ഒന്ന്, റബീഉൽ അവ്വൽ മാസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചു. അതിന് പ്രാധാന്യമുണ്ടെന്ന് മാത്രമല്ല, അതിന് ജനങ്ങളെ സജ്ജരാക്കണമെന്നും ഈ സമൂഹത്തിന് മുന്നിൽ അവർ വേണ്ട വിധത്തിൽ അതിന് ബോധം കൊടുക്കണമെന്നും ലേഖനങ്ങൾ എഴുതി പഠിപ്പിച്ചു. ഇത് ശരിയായ നിലപാടായിരുന്നോ? ഫൈസൽ മൗലവി മറുപടി പറയണം. ഇതിൽ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൗലിദിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആനന്ദ തുന്തിലരായി പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആനന്ദ തുന്തിലരായി പോകുന്നു. ഫൈസൽ മൗലവി പരിശുദ്ധമായ റബീഉൽ അവ്വൽ വെളിപ്പാടകലെത്തി നിൽക്കുന്ന ഈ വേളയിൽ ഈ വരി ഒന്ന് വായിച്ചു കൊടുത്തിട്ട് അണികളോട് പറയാ, നമ്മൾ ആനന്ദ തുന്തിലരാകുകയാണ്. ആനന്ദം കൊണ്ട് ഇങ്ങനെ പുളകം കൊള്ളുകയാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇത് പറഞ്ഞ നിങ്ങളെ നേതൃത്വത്തെ കുറിച്ചുള്ള നിലപാടെന്താണ്? അതാ പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നെ മൗലിദിൽ കെട്ടുകഥ ഉണ്ടെന്ന് നിങ്ങൾ എഴുതി വെച്ചു. അത് പറയാനായമാരെ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അല്ലാതെ പിന്നെ ആ പ്രസ്ഥാനം എന്തിനാ? ഇവിടെ മുസ്ലിം ഉമ്മത്തിൽ അനൈക്യവും ചിത്രതി ഉണ്ടാക്കാനല്ലേ? അവർ കളവിന്റെയും വഞ്ചനയുടെയും ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നടത്തിയത്. അപ്പൊ നിങ്ങളത് പറയും, നിങ്ങൾ മുത്തക്കീങ്ങളാണ്, മുഹിബീങ്ങളാണ്, വല്ലാത്ത ആശിഖുർ റസൂലുകളാണ് എന്നൊന്നും ഞങ്ങൾക്ക് വാദല്ല. നിങ്ങൾ മൗലിദുകളെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയവർ തന്നെയാണ്. അതുകൊണ്ട് മങ്കൂസിന് നേരെ നിങ്ങളെ നേതാക്കന്മാര് വാളോങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്നും നിങ്ങൾ നബിദിനത്തോട് ചേർന്ന് നിന്നിരുന്നു. അതാണ് നിങ്ങളെ അൽ മുർഷിദ് വിളിച്ചു പറയുന്നത്. ആണാണെങ്കിൽ ഗണ്ണിക്കാൻ വേണ്ടി രംഗത്ത് വരണം. ഇനി നിങ്ങളുടെ അൽ ഇർഷാദ് നിങ്ങൾ എടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. 1920കളിൽ ഐക്യസംഘത്തിന്റെ പ്രവർത്തനവുമായി രംഗത്ത് വരുമ്പോൾ ഐക്യസംഘം നേരിട്ട് നടത്തിയിരുന്ന നിങ്ങളുടെ അൽ ഇർഷാദ് മാസിക, ഈ അൽ ഇർഷാദ് മാസികക്ക് എത്ര പഴക്കുണ്ട്? 1930 36 ഒക്കെ അവിടെ കേട്ടെ, 50 59 ഒക്കെ അവിടെ കേട്ടെ. ഹിജറ 1343 ഏകദേശം ഒരു നൂറ്റാണ്ടായി. ആ ഒരു നൂറ്റാണ്ട് കാലം പഴക്കമുള്ള നിങ്ങളെ രേഖയിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് താരീഖുൽ മൗലിദി വഹുക്മുഹു എന്ന ലേഖനത്തിലൂടെ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. മലിക്കുൽ മുദഫർ രാജാവിന്റെ പോരിശ നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിദഅത്ത് ഹസനത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നാടായ നാട് മുഴുവനും മുഖാമുഖം നടത്തിയിട്ട് അതിനുവേണ്ടി വല്ലാതെ കണഞ്ഞു ശ്രമിക്കുന്ന മൗലവി വിദഅത്ത് ഹസനത്ത് എന്ന സംഗതി ഉണ്ട് എന്ന് നിങ്ങൾ ഇതിൽ അംഗീകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മൗലിദാഘോഷം നടത്തുകയാണെങ്കിൽ അത് നല്ല ചര്യയാണെന്ന് നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ എന്ന ഹദീസ് ഉദ്ധരിച്ച് ആര് ഒരു നല്ല നടപടിയെ നടപ്പിൽ വരുത്തിയോ അവൻ അതിന്റെയും ഖിയാമം വരെ അത് കൊണ്ട് അമൽ ചെയ്യുന്നവരുടെയും പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനാൽ ദീനിലും ദുനിയാവിലും സമുദായത്തിന് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുന്നതിൽ ജനങ്ങളെ നല്ല പോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിദഅത്ത് ഹസനത്തിനെ അംഗീകരിച്ചുകൊണ്ട് നല്ല ചര്യയാണെങ്കിൽ അത് നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് വിശദീകരിച്ചു കൊടുക്കി. നിങ്ങൾ ഇത്ര കാലം നടത്തിയ മുഖാമുഖം മുഴുവൻ അത്തഹിയ്യാത്തിൽ ഓതുന്ന മാതിരി ഉണ്ടാവും. എന്തേ നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? എന്നിട്ട് ഈ അൽ ഇർഷാദിലെ താരീഖുൽ മൗലിദി വഹുക്മുഹു എന്ന ലേഖനം പൂർത്തിയാകണം എങ്ങനെ? എന്തേ മൗലവി നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയാതെ പോയത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇതൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ നബിദിനത്തെ എതിർത്തുകണില്ലേ? ത്രാണിന്റെ ഈ മറുപടി പറയും. എങ്ങനെയാണ് ഈ അൽ ഇർഷാദിൽ നിങ്ങൾ ഈ ലേഖനത്തെ പൂർത്തിയാക്കുന്നത്? ഇ കെ മൗലവിയാണ് ഈ ലേഖനം എഴുതുന്നത്, ഇ കെ കുഞ്ഞുകുട്ടി മൗലവി. അദ്ദേഹം ഈ ലേഖനത്തെ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇനി എനിക്ക് അവസാനമായി ഒരു അപേക്ഷ മാത്രമാണുള്ളത്. ഇ കെ മൗലവിന്റെ അപേക്ഷയാണ്. അടുത്തെന്റെ ചോദ്യം, ഈ അപേക്ഷ നിങ്ങളെ നേതാവാണ്, ഇ കെ മൗലവിയെ തള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടോന്നാ? തള്ളുന്നില്ലെങ്കിൽ ഫൈസൽ മൗലവി ഇ കെ മൗലവിയുടെ അദ്ദേഹത്തിന്റെ നല്ലൊരു ആഗ്രഹവും അപേക്ഷയുമായിരുന്നു ഇനി പറയാൻ പോണ കാര്യം. ഇത് അണികൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത് ഈ അണികളിൽ നിന്ന് മൂടി വെച്ച ഈ സത്യത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോന്നോ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ അപേക്ഷയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ്. അവർ മൗലിദിന്റെ മജ്‌ലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട്
അവർക്ക് ഒന്നും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരാൾ തെർജുമ കൂടി പറയുന്നത് വളരെ നന്നായിരിക്കും. മൗലിദ് ഓതണം എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, ഞങ്ങളെക്കാളും ഒന്നുകൂടി ഉഷാറായിരുന്നു ആ കാലഘട്ടത്തിൽ. നിങ്ങളെ ഈ ഒരു മുജാഹിദിന്റെ ഒരു പവർക്കൊന്നും നിങ്ങൾ വന്നിട്ടില്ലെങ്കിലേ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ സമൂഹത്തിൽ മൂടി വെച്ചൊരു യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ മൗലിദ് ഓതണം എന്ന് പറയുമ്പോൾ അതിനേക്കാളൊന്നും കടന്നിട്ടാ പറയുന്നത്. മൗലിദ് ഓതിയാ പോരാ, ഇന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്ത ആളുകൾക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഡബിൾ സ്ട്രോങ്ങിൽ പറഞ്ഞു. കാരണം അത് പഴയ രേഖയാണ്, ഐക്യസംഘത്തിന്റെ രേഖയാണ്. 1930-കൾക്ക് ശേഷം മണ്ണടിഞ്ഞു പോയ നിങ്ങളുടെ ഐക്യസംഘം ഉണ്ടല്ലോ, പിന്നീട് അതിന് നിലനിൽപ്പുണ്ടായില്ല. ആ ഐക്യസംഘത്തിന്റെ അല്പായുസിനിടയിൽ നിങ്ങൾ എഴുതി വെച്ച സത്യമായിരുന്നു ഇത്. ഈ കെ മൗലവിയുടെ അഭിലാഷമായിരുന്നു ഇത്. ഈ സമൂഹത്തിൽ മൗലിദ് നടത്തണമെന്ന് മാത്രമല്ല, അതിനൊരു ട്രാൻസ്ലേഷൻ കൂടി നടത്തി സമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി നിങ്ങളുടെ ഐക്യസംഘത്തിന്റെ രേഖകൾ, ഈ അടുത്ത കാലത്ത് ഐക്യസംഘം രേഖകൾ എന്ന പേരിൽ അബ്ദുറഹ്മാൻ മങ്ങാട് അദ്ദേഹം ഐക്യസംഘത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിച്ചപ്പോ, ഐക്യസംഘത്തിന്റെ പ്രവർത്തനമായിട്ട് കേരളത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഊരു ചുറ്റിയപ്പോ സുന്നി പണ്ഡിതന്മാർ അവരെ തുറന്നു കാട്ടി, ഇവരെ പോക്ക് ശരിയില്ല, മങ്കൂസ് മൗലിദിനെതിരാണ് ഇവര്, ബർസഞ്ചി മൗലിദിനെതിരാണ്, മൗലിദിനെയും മദീനയെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ നിലനിൽപ്പിന് വേണ്ടി അന്ന് അവർ എഴുതി വെച്ചത് നിങ്ങളുടെ ഐക്യസംഘം രേഖകളിൽ മങ്ങാട് മാഷ് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. 100 നൂറ്റാണ്ട് പഴക്കമുള്ള രേഖയാണിത്. ഇതൊക്കെ പ്രസിദ്ധീകരിച്ചതിന് മങ്ങാട് മാഷോട് വലിയ കടപ്പാട് നമുക്കുണ്ട്. എന്താണ് ഇതിൽ ഐക്യസംഘത്തിന്റെ ഭാഷയിൽ അവർ പറയുന്നത്? ഇനി നമ്മുടെ ആലിമീങ്ങളുടെ പ്രസിദ്ധീകരണത്തെ പറ്റി അല്പം പറഞ്ഞുകൊള്ളട്ടെ. അവർ അൽ ഇർഷാദ് മാസികകളിൽ നിന്നൊന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദിനെ കുറിച്ച് പറഞ്ഞിടത്ത് അശ്ശൈഖ് ബിൻ ഹജർ റഹിമഹുല്ലാഹു മൗലിദിനെ വിരോധിച്ചിട്ടുണ്ടെന്നും മറ്റു ചിലർ സമ്മതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞും അറബിയത്തിൽ ചെയ്യാതിരിക്കൽ നല്ലതെന്ന് വരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം തന്നെ അധിക കടലാസുകളും വഹാബിയത്തിനെ സഹായിച്ചാണ് എഴുതിയത്. അന്ന് വഹാബിയത്ത് ഇവർക്ക് പറ്റൂല. ഇബ്നു അബ്ദുൽ വഹാബിനെ എതിരായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് തടീച്ചയാണ് പ്രചരിപ്പിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് ഇബ്നു അബ്ദുൽ വഹാബിനെ പറഞ്ഞ നാട്ടുകാർ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഇത് പ്രകാരം തന്നെ അധിക കടലാസുകളും വഹാബിയത്തിനെ സഹായിച്ചാണ് എഴുതുന്നത് എന്നാകുന്നു ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആരോപണം എഴുതിയിട്ട് ഐക്യസംഘത്തിന്റെ ആളുകൾ പറയാണ് നഊദു ബില്ലാഹ്. എന്താ അത്ഭുതം! നഊദു ബില്ലാഹ്. ഇത് മുഴുവൻ ശുദ്ധ കളവാണ്. ഉലമാക്കളിൽ ചിലർ മൗലിദ് മദ്മൂമത്തായ ബിദ്അത്താണെന്ന് പറയുന്നുവെങ്കിലും ശൈഖ് ബിൻ ഹജർ, ഹാഫിദ് ബിൻ ഹജർ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എന്നീ മഹാന്മാരും മുസ്ലിമീങ്ങൾ ജംഹൂറും അമലുൽ മൗലിദ് സർവ ശർറ്, അതായത് തിന്മകളിൽ നിന്ന് ഖാലിയാകുന്ന പക്ഷം, ഒഴിവാകുന്ന പക്ഷം അത് നല്ലതാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നും അത് നിമിത്തം മഹത്തായ സവാബ് ബ്രാക്കറ്റിൽ പ്രതിഫലം സിദ്ധിക്കുമെന്നും മൗലിദിന്റെ തർജമ കൂടി പറയുന്നത് വളരെ നന്നായിരിക്കുമെന്നുമാണ് അൽ ഇർഷാദിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മൗലിദ് എതിർത്ത മോശപ്പെട്ട കുട്ടികളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മൗലിദ് നടത്തണമെന്ന് മാത്രമല്ല, മൗലിദ് നല്ലതാണെന്ന് മാത്രമല്ല, അതിന്റെ തർജമ കൂടി പറയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എവിടെയാ തർജമ പറയണമെന്ന് പറഞ്ഞത്? ഈ കെ മൗലവിയുടെ നിങ്ങളുടെ താരീഖുൽ മൗലിദി വഹുക്കുമുഹു എന്ന പേരിൽ നിങ്ങളുടെ ഇർഷാദിലാണ് രേഖപ്പെടുത്തിയത്. മൗലവി മറുപടി പറയണം. നിങ്ങൾ നബിദിനത്തെ എതിർത്തിട്ടില്ല എന്നാണ് ഇർഷാദിൽ എഴുതി വെച്ചത് എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഐക്യസംഘത്തിന്റെ രേഖകൾ ഒരുമിച്ച് കൂട്ടി പ്രസിദ്ധീകരിച്ചപ്പോൾ ആ രേഖ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും നബിദിനത്തെ എതിർത്തിട്ടില്ല. ഇതിനൊക്കെ ഒരു വിശദീകരണം സമൂഹത്തോട് നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങളുടെ നേതാവല്ലേ വക്കം മൗലവി, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്നാണ് വക്കം മൗലവിയെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തിയത്. നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ടെന്ന പേരിൽ മുസ്തഫ തൻവീർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. കൊടുങ്ങല്ലൂരിൽ ഇസ്ലാഹി പ്രസ്ഥാനം വേരുപിടിച്ചു വന്ന കാലയളവിൽ തന്നെ കേരളത്തിലെ ആധുനിക സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 ജനിച്ച് 1932 മരണപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മേഖലയിൽ ഇസ്ലാഹി ആശയങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു. എന്താ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തിയത്? നിങ്ങളുടെ ആധുനിക സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയ വക്കം മൗലവി നബിദിനം ആഘോഷിച്ചു, നബിദിനാഘോഷത്തെ അംഗീകരിച്ചു. ഈ ഒരു സത്യത്തെ സമൂഹത്തിൽ തുറന്നു പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? ഇത് വക്കം മൗലവിയെ കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഡോക്ടർ ടി.കെ. ജാബിർ എഴുതിയ വക്കം മൗലവി ചിന്തകൾ, രചനകൾ എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കാണുന്നു, ഇന്ന് നിങ്ങളുടെ പുസ്തകശാലകളിൽ വിറ്റയിക്കപ്പെടുന്ന, ഇന്നും വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണിത്. നബിദിനം, നബിയുടെ ചരിത്ര പാരായണം എന്ന ഹെഡിങ് ഇട്ട് കഴിഞ്ഞ ചില
നൂറ്റാണ്ടുകളിലായി തന്നെ ലോകത്തെ മുസ്ലിങ്ങൾ ആശയപരമായി ഭിന്നിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നാണ് പ്രവാചകൻ മുഹമ്മദിനെ, നിങ്ങളെ ഭാഷയാണ്, മുഹമ്മദിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, ആചാരങ്ങൾ. റബീഉൽ അവ്വൽ മാസത്തിലെ നബിയുടെ ജനനം നടന്ന മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടന്നത് റമളാനിലാണെന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു നാവിന് നീട്ടം കൂടിയ ഒരു മൗലവിയുണ്ട്. അയാൾക്ക് പിന്നെ എന്തും പറയാം, നാവിന് കുറച്ച് നീട്ടുണ്ടായതുകൊണ്ട്. അയാളിപ്പോൾ ഈ വക്കമൗലവിനെ കുറിച്ച് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഏതായാലും വക്കമൗലവിയുടെ ചരിത്രം പറയുമ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനത്തെ ആളുകൾ നാവിന് നീട്ടം കൂടിയവരൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഈ കാര്യം എഴുതി കൊടുത്തത്. നബിയുടെ ജനനം നടന്ന മാസം പ്രത്യേകമായി നടത്തപ്പെടുന്ന ദിവ്യ ചരിത്ര പാരായണമാണ് ഈ സമയത്തെ പ്രത്യേകതകളിലൊന്ന്. ഇങ്ങനെ ആ വിശദീകരണം ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഗൾഫ് ഒഴികെയുള്ള ഒട്ടുമിക്ക അറബി രാഷ്ട്രങ്ങളിലും ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലും അതിന് ഈ കാലഘട്ടത്തിലും പ്രാധാന്യം നൽകി വരുന്നു. ഇങ്ങനെ മൗലിദിനെ അംഗീകരിച്ചത് നിങ്ങൾ എഴുതി വെക്കുകയാണ്. ഇവിടെ ഹൃദ്യമായ ഒരു സംഗതി എന്തെന്നാൽ, ഇനിയാണ് നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഹൃദ്യമായ ഒരു സംഗതി എന്തെന്നാൽ വഹാബി ആശയങ്ങളെ വലിയൊരു രീതിയിൽ സ്വീകരിച്ചിരുന്ന വക്കം മൗലവി മസൃണമായ ഒരു നിലപാടായിരുന്നു ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്. ഫൈസൽ മൗലവിയെ പോലെ അപക്വമായ നിലപാട് സ്വീകരിച്ച് നാട്ടിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കി സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുന്ന അപക്വമായ നിലപാട് അവരുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ വക്കം മൗലവിക്ക് ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നബിദിനം എന്ന ആചാരത്തെ പ്രാമാണികമായ അടിസ്ഥാനത്തിന്റെ സങ്കീർണതകളിലേക്ക് വക്കം മൗലവി പോകുന്നില്ല. അദ്ദേഹം എഴുതുന്നു, റബീഉൽ അവ്വൽ മാസത്തിൽ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദിവ്യചരിത്രം പാരായണം ചെയ്യാത്തതായി ലോകത്തൊരിടത്തും മുസ്ലിങ്ങളുടെ യാതൊരു ഗൃഹവും ഒഴിവുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ലോകത്തിൽ ദൈവത്തിന്റെ സത്യമതത്തെയും ധർമ്മത്തെയും സ്ഥാപിക്കുന്നതിന് വേണ്ടി ആത്മത്യാഗപൂർവം സ്വജീവിതത്തെ വ്യയം ചെയ്തിരുന്ന ആ ദിവ്യാത്മാവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി മുഹമ്മദിയർ, അതായത് ബ്രാക്കറ്റിൽ മുസ്ലിങ്ങളെ ചര്യാൻ നിങ്ങളുടെ വക്കം മൗലവി എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മമാസമായ, അവിടെ അദ്ദേഹം എഴുതുന്നു ജന്മമാസം റബീഉൽ അവ്വൽ തന്നെയാണ്. ജന്മമാസമായ ഈ റബീഉൽ അവ്വൽ മാസത്തെ ഒരു സവിശേഷ കാലമാക്കി മാറ്റിവെച്ചിരിക്കുന്നത് എത്രയോ ഉചിതമായിട്ടുള്ളതാണ്. നിങ്ങളുടെ വക്കം മൗലവി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന ആ മുസ്ലിമിന്റെ 6-ാം വാള്യത്തിൽ എഴുതി വെച്ചത് ഈ പുസ്തകത്തിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ഗ്രന്ഥകാരൻ എഴുതുന്നത് മതപ്രമാണങ്ങളുടെ അക്ഷരവായനകൾക്കുപരി സ്വതന്ത്രവും പക്വവുമായ നയം സ്വീകരിക്കുകയാണ്. നബിദിനത്തിന്റെ പേരിൽ തർക്കിച്ചു ഊർജവും സമ്പത്തും ചെലവാക്കുന്നത് തികഞ്ഞ അബദ്ധമാണ്. ഈ ഫൈസൽ മൗലവിയൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനം ഉണ്ടല്ലോ, അത് തികഞ്ഞ അബദ്ധമാണ്, അപക്വമാണ്. ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഊർജവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും വൃതാവിലാണെന്ന് നിങ്ങളെ മൗലവിമാരായി എഴുതി വെക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, വക്കം മൗലവിയുടെ കൂടെ കൂടിയിട്ട് നബിദിനാഘോഷിക്കാൻ മുട്ടണ മൗലവിമാർ ഇന്നും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ആണെങ്കിൽ മറുപടി പറയും. നിങ്ങൾ നബിദിനാഘോഷത്തിനെതിരെ ഇറങ്ങുമ്പോഴേ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നബിദിനാഘോഷം നടത്താൻ വക്കം മൗലവിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാമിങ്ങളും ഹബീബരായ തങ്ങൾ കാണിച്ചെന്ന പാരമ്പര്യവും സ്വഹാബത്ത് സ്വീകരിച്ച പാരമ്പര്യമുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നിങ്ങളൊന്ന് പറയണം. മുസ്ലിം മാസിക, മുസ്ലിം എന്ന് പറയുന്ന വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് ഈ വാചകങ്ങളെ നിങ്ങൾ എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിന്റെ മുസ്ലിം ഇതാ ഇവിടെ അദ്ദേഹത്തിന്റെ സമാഹാര വാല്യങ്ങളായും കൊണ്ട് മുസ്ലിം മങ്ങാട് മാഷ് തന്നെ പ്രസിദ്ധീകരിക്കുകയാണ്. നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള നിങ്ങളുടെ തൊലിക്കട്ടിയും നിങ്ങളുടെ വഞ്ചനയും സമൂഹത്തിന് തുറന്നു കാട്ടാൻ ഈ രേഖകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ഈ മുസ്ലിമിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ജനുവരി ഫെബ്രുവരി 1914 36 അൽ മുർഷിദൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ 20 മുമ്പ് 914 നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവില്ലേ വക്കം മൗലവി, അയാൾ എഴുതി വെക്കുന്നു മൗലിദുൻ നബവി. അദ്ദേഹത്തിന് എഡിങ്ങ അല്ലെങ്കിൽ നബിയുടെ ജനന ദിവസം റബീഉൽ അവ്വൽ മാസത്തിൽ ഇസ്ലാം മത പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദിവ്യ ചരിത്രത്തെ പാരായണം ചെയ്യാത്തതായി ലോകത്തിൽ ഒരിടത്തും മുസ്ലിങ്ങളുടെ യാതൊരു ഗൃഹവും ഒഴിവുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. മുസ്ലിങ്ങൾ ഒരു വീടും മൗലിദ് ഓതാത്തതായി ബാക്കിയുണ്ടാവില്ല എന്ന് എഴുതി വെച്ചു. നിങ്ങളിപ്പോൾ ഏത് കൂട്ടത്തിലാന്ന്? വക്കം മൗലവിന്റെ ഭാഷയിൽ നിങ്ങളൊന്നൊരു ചിന്തിച്ചോളി. ഈ സമൂഹത്തിന് ഈ രേഖകൾക്കൊന്ന് മറുപടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഞങ്ങൾ പറയാണ്. ഇനി എന്തെല്ലാം സംഗതികൾ വായിക്കുകയാണെങ്കിൽ വായിക്കാണ്ട് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് കുറച്ച് വായിച്ചു നിർത്താം. നിങ്ങൾ അതിന്റെ പേരിൽ നേർച്ചകൾ സ്വീകരിച്ചിട്ടുണ്ട്, സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഘം പ്രസിഡന്റ്, ഇത് നിങ്ങളുടെ ഐക്യസംഘം 4-ാം വാർഷിക റിപ്പോർട്ടാണ്, 1926 ഞാൻ പറഞ്ഞില്ലേ 36 അൽ മുർഷിദൊന്നും ചാടണ്ട, അതിന്റെ മുമ്പ് തന്നെ ഉണ്ട്. ഇതിനൊക്കെ ഒരു തീരുമാനം പറയും, എല്ലാം മടങ്ങുന്നത് അൽ മുർഷിദാണെന്ന് പറഞ്ഞത്. ഈ 1926 ഐക്യസംഘത്തിന്റെ രേഖയ്ക്ക് നിങ്ങൾ എന്താ കാട്ടുക? ഐക്യസംഘത്തിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഇതിൽ കാണാം, സംഘം പ്രസിഡന്റ് ജനാബ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് അവറുകൾ മൗലിദാവശ്യാർത്ഥം 5 തെങ്ങുകൾ സംഘത്തിലേക്ക് ശാശ്വതമായി വിട്ടുതന്നതിന് സംഘം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു.
അദ്ദേഹം 5 തെങ്ങ് നേർച്ചയാക്കി. ഈ സാധുക്കൾ നേർച്ചയാക്കിയ തെങ്ങും അതുപോലെ തന്നെ മുതലൊക്കെ അന്ന് വെട്ടി വീങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ശിർക്കല്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. കുറ്റകരമല്ലാത്ത നല്ല രീതിയിൽ സ്വഹിയായി സ്ഥിരപ്പെട്ട സനദിലൂടെയുള്ള മൗലിദ് നിങ്ങൾക്ക് ഓതായിരുന്നു. ഇന്നും മുഖാമുഖത്തിൽ നിങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുകതാണല്ലോ. ഞാൻ ചോദിക്കുന്നു സമൂഹത്തോട്, ഈ കുറ്റകരമല്ലാത്ത നിങ്ങളെ ഭാഷയിൽ സനത് കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവങ്ങളുള്ള മൗലിദ് ഓതാൻ കഴിയുന്നേ, അതിന് ഓതേണ്ടതാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം നിങ്ങൾ അതിനും എതിര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നേതാവ് കെ ഉമർ മൗലവി, അയാളുടെ പുസ്തകമാണിത്. നിങ്ങൾ പറഞ്ഞല്ലോ ഏതോ വാട്സപ്പിൽ കിട്ടണ ഒരു പേജും വായിച്ചിട്ട് വരികയാണെന്ന്. ഓരോന്നും പുസ്തകം എടുത്തിട്ടാണ് വായിക്കണത്. നിങ്ങളെ കയ്യിൽ ഉണ്ടാവില്ല. അത് നിങ്ങളെ നേതാവിനെ നിങ്ങൾ പഠിച്ചിട്ടില്ല. അതിന്റെ പൂർണ്ണ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു പേജ് വാട്സപ്പിൽ നിന്ന് എടുത്തിട്ടല്ല വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, മൗലിദ് ആഘോഷത്തിൽ ഒരു തെറ്റില്ലെങ്കിലും, മൗലിദിലുള്ള റിവായത്തുകളൊക്കെ ശരിയാണെങ്കിലും മൗലിദ് ഓതാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം പ്രതീക്ഷിക്കണോണ്ടായി ശിർക്കാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ ഇ കെ മൗലവി ആരായി പോയി? ഇ കെ മൗലവിനൊക്കെ ഉമർ മൗലവി ഇപ്പൊ എന്താക്കി? ഞങ്ങൾ പറയണില്ല. ഇയാളെ ഭാഷയിൽ ഇപ്പൊ അവരൊക്കെ മുസ്ലിക്കായി പോയി. ഇതിൽ അദ്ദേഹം ഇതാണ്. ഇതുപോലെ തന്നെ ജന്മദിനം കൊണ്ടാടുകയും മൗലിദും റാത്തീവും നേർച്ചപ്പാട്ടും നടത്തുന്നുണ്ടല്ലോ. ഇതിലൊക്കെയും അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും സഹായവും തേടുക എന്ന പ്രാർത്ഥന വരുന്നുണ്ട്. അതിനാൽ ഇതൊക്കെയും ശിർക്കിന്റെ ഇബാദത്തുകളാകുന്നു. മൗലിദിന്റെ ഉള്ളടക്കത്തിലെ തെറ്റുകൾ വിവരിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ലേഖനങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും. അങ്ങനെ ഈ തരം തെറ്റുകളില്ലാതെ ഒരു തെറ്റും, ഇവരെ ഭാഷയിൽ പറയുന്ന തെറ്റ്, ഒരു തെറ്റും ഇല്ലാതെ, ഈ തരം തെറ്റുകളില്ലാതെ മൗലിദാണെങ്കിൽ തരക്കേടില്ല എന്ന് ഒരു പക്ഷേ ആളുകൾ ധരിച്ചേക്കും. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലിദായാലും മേൽപ്പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷയില്ല. അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന ശിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗലിദിലുമുണ്ട്. അതിനാൽ മൗലിദായ മൗലിദൊക്കെയും ശിർക്കാകുന്നു. ഇ കെ മൗലവി ഇപ്പം എന്തായി? വക്കം മൗലവി എന്തായി? നിങ്ങൾ ഐക്യസംഘത്തിന്റെ രേഖകളിൽ നിങ്ങളെ മൗലവിമാർ തലതൊട്ടപ്പന്മാർ മുഴുവനും മൗലിദാഘോഷം നടത്തി എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ അസിൽ അവിടുന്നാണല്ലോ. ആ അസിൽ തന്നെ ഇപ്പൊ എന്തായി പോയി? ഉക്കിട്ട് പോയില്ലേ? ഈ നേതാക്കന്മാർ മുഴുവനും ശിർക്കിലാണ് ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളാ പറയുന്നത്. ഐക്യസംഘ രേഖയിൽ തന്നെ നമുക്ക് അതിന്റെ 236 പേജിൽ കാണാം, 1934 മെയ് 5 ഐക്യസംഘത്തിന്റെ രേഖയിൽ നിന്ന് കാണുന്നു മൗലിദ് യോഗം എന്നുള്ള ഒരു ഹെഡിങ്. കഴിഞ്ഞ റബീഉൽ അവൽ മാസത്തിൽ പതിവ് പ്രകാരം തന്നെ, പതിവായിരുന്നു വരുന്നതേ, അത് ശിർക്കാന്ന മൗലവി എഴുതി വെച്ചത്, പതിവ് പ്രകാരം തന്നെ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റസൂൽ തിരുമേനിയുടെ ജന്മനക്ഷത്രാഘോഷം കൊണ്ടാടുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവചരിത്രത്തെക്കുറിച്ചും സ്വഭാവ വൈശിഷ്ട്യങ്ങളെ പറ്റിയും പല മാന്യന്മാരുടെയും പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. യോഗത്തിൽ സംബന്ധിച്ചവർക്കെല്ലാം തരവ്യത്യാസം കൂടാതെ സദ്യയും ഉണ്ടായിരുന്നു. അതാണല്ലോ ഇപ്പൊ വലിയ വിഷയം അല്ലേ? അന്ന് നിങ്ങളിത് നല്ലോണം കഴിച്ചിട്ടേ നബിദിനത്തിന്റെ ചോറും വെച്ച് വള്ളം ഉണ്ടപ്പെട്ടി ബാറാക്കി നടന്നേനി. ഇന്ന് നിങ്ങൾക്ക് നിലക്കണമെന്നുണ്ടെങ്കിലും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും വയറ്റുപെശപ്പ് തീർത്തുകൊണ്ട് ഇങ്ങനെ വല്ലതും ഉണ്ടാക്കി പോകണമെന്നുണ്ടെങ്കിലും ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് നബിദിനാഘോഷത്തെ എതിർക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും തന്നെ ഒരു നിലപാടിൽ ഈ സമൂഹത്തിൽ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മുജാഹിദുകൾക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരേ നിലപാടിൽ നിലനിന്ന ആളുകളാണ്, ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നേതാവ് ഇസ്ലാഹി പ്രസ്ഥാനം എതിർപ്പുകളിലൂടെ എന്ന പേരിൽ കരിവള്ളി മുഹമ്മദ് മൗലവി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നിലപാട് മാറ്റാറില്ല. നിലപാട് മാറ്റാത്തതിന്റെ പേരിലായിരിക്കില്ലേ 8ഉം 10ഉം 18ഉം ആയിട്ട് ശിർക്കാരോപിച്ച് നടക്കുന്നത്. നിങ്ങളെ ഉമർ മൗലവി തന്നെ ഈ മൗലിദാഘോഷം നടത്തിയവർക്കെതിരെ ശിർക്കാരോപണം നടത്തിയത് ഇതൊന്നും നിലപാട് മാറ്റല്ല. എന്തൊരു തമാശയാണ് നിങ്ങളുടെ കാര്യം. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ വൈരുദ്ധ്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ടും എഴുതി വെക്കുകയാണ്. അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതൊരിക്കലും കാറ്റൊഴിഞ്ഞതല്ല. കാരണം ഖുർആനും സുന്നത്തുമാണ് അതിന്റെ ജീവൻ. എന്താരംഭിച്ചുവോ അത് തന്നെയാണ് ഇന്നും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. ഇനി എന്നും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും ഈ പ്രത്യേകത അവകാശപ്പെടുവാനില്ല. നിങ്ങൾ എഴുതി വെച്ചതാണ്. ഇത് കേട്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ രേഖകളൊക്കെ മുന്നിൽ വെച്ചൊന്ന് വായിച്ചാൽ ഫൈസൽ മൗലവി ഊറിച്ചിരിക്കും, റൂം കുറ്റിട്ടിട്ട് ചിരിക്കും. കാരണം അണികളെ മുന്നിൽ നിന്ന് ചിരിച്ചാൽ ചിലപ്പോൾ ആ ചിരി ചിലപ്പോൾ പലതും സെറ്റാകാൻ കാരണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രേഖകൾ വെച്ചിട്ടാണ് സംസാരിച്ചത്. ഈ രേഖകളെ ഗണ്ണിക്കാൻ ചെറുവാടിയിൽ വന്നുകൊണ്ട് ഒരു വാടിപ്പോയ മുഖാമുഖം നടത്തിയിട്ട് പച്ച നുണയും പറഞ്ഞ് സ്വന്തം നേതാക്കന്മാരെ പലയിടത്തും തള്ളി പല ചോദ്യത്തിനും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട ഫൈസൽ മൗലവി അടക്കം, ആ മുഖാമുഖത്തിൽ പങ്കെടുത്ത മൗലവിമാരടക്കം, ഇനി KNMന്റെ ആളുകളാണെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു, മർക്കസു ദഅവക്കാരാണെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആളും അഡ്രസ്സും ഇല്ലാതെ നടക്കുന്ന പല മുജാഹിദുകളും
പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ, പല പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊന്നും എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല. സകല മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. ഈ രേഖകൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ പറയണം, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഉണർത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.